ദുരന്തമായിരുന്നു. പെണ്ണുങ്ങളോട് വളരെ മോശമായി പെരുമാറി. പെൺകുട്ടികളെ കൊന്നുകളെ അതൊരു അപമാനമായിട്ട് അവർ കണ്ടിരുന്നു. പെണ്ണ് ജനിക്കുന്നത്, പെൺകുട്ടി ഉണ്ടാവണമെന്ന്. അങ്ങനെയാണ് കുറേ കുട്ടികളുടെ ഒരുപക്ഷെ ജീവനോടെ നശിപ്പിക്കപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാവാൻ ആരും എന്ത് ചെയ്യുക, അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതൊക്കെ കവർ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും അപ്പോൾ സഹാബി പറഞ്ഞു, നബിയെ എനിക്ക് പെൺകുട്ടികളുണ്ടായിരുന്നു കൊന്നാളും, പക്ഷെ പിന്നീട് എനിക്ക് ലാസ്റ്റുണ്ടായ കുട്ടി കൊല്ലാൻ തോന്നിയില്ല. ആരും കാണാൻ എൻ്റെ മോളെ ഞാൻ വളർത്തി. ആരെങ്കിലും കണ്ട എന്നെ കളിയാക്കും, എന്നാൽ പെൺകുട്ടിയുടെ ഒപ്പം പൊന്നും പറഞ്ഞ് കളിയാക്കും. അങ്ങനെ ഞാൻ ആരും കാണാതെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ ഒരു ദിവസം എൻ്റെ മോളെ ആരോ കണ്ടു. അതിനുശേഷം എന്നെ ചീത്ത വിളിക്കാനും കളിയാക്കാനും വിളിക്കാനും തുടങ്ങി. പരിഹാസം മൂത്തപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ചു മോളെ കൊന്നാളെ. അങ്ങനെ മറ്റു കുട്ടികളെ ഒക്കെ കൊന്നൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷെ ഇവള് അത്രയും എൻ്റെ മനസ്സിൽ അത്രയും ബന്ധമുണ്ടായ മോളായിരുന്നു. അങ്ങനെ ഞാൻ അവളെ കുപ്പായെ പിടിയിച്ച് കൊണ്ടുവന്നു, വേറെ സ്ഥലത്തേക്ക് പോകുന്നു പറഞ്ഞ് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഒരു കല്ലിൻ്റെ പുറത്തവിടെ ഇരുത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് കുഴി തുറന്നു. കാറ്റടിച്ചിട്ട് മണ്ണ് അടിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് മണ്ണ് വീഴുമ്പോൾ എൻ്റെ മോൾ അവിടെ നിന്നിട്ട് വന്നിൻ്റെ ഞാൻ തുടച്ചളയും. എന്നിട്ട് എൻ്റെ മോളെ എനിക്ക് കൊല്ലാതിരിക്കാൻ തോന്നിയില്ല. അപമാന ഭാരം കൊണ്ട് എൻ്റെ മോളെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കുഴി പൂർത്തിയായപ്പോൾ എൻ്റെ മോളെ ഞാൻ അതിലേക്ക് എടുത്തു. എൻ്റെ മോളെ അവിടെ നിന്ന് എൻ്റെ കൈ നിർത്തിയിട്ട് പന്നപ്പെടുത്തി എന്നെ ഒന്ന് കയറ്റിപ്പോന്ന് പറഞ്ഞ് എൻ്റെ കരയുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സും നീറിയില്ല. എൻ്റെ മനസ്സിൽ ഈ അപമാന ഭാരം മുഴുവനും ഉള്ളതുകൊണ്ട് ഒരു കല്ല് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ മോളെ തലയിലേക്ക് ഇട്ടു. മോളവിടെ കിടന്ന് ആ അന്ത്യശ്വാസം വലിച്ചവൾ മരിക്കണമെന്ന് പുറത്തേക്ക് മണ്ണ് മൂടിയിട്ട് കൂടുതൽ ആളുകളൊക്കെ കരഞ്ഞുകൊണ്ട് അതൊരു വല്ലാത്ത അനുഭവം. നബിസ്വലാസ്ലം പറഞ്ഞോളൂ, ഇസ്ലാം യഹൂദി മുമ്പ് കബലവും, ഇസ്ലാം അതിനു മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും ഓർക്കപ്പെടാനുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഇതുപോലത്തെ ധാരാളം പെൺകുട്ടികളുടെ കരച്ചിലും അവരുടെ ജീവൻ്റെ നഷ്ടവുമൊക്കെ സംഭവിച്ചത് കൊണ്ടാവാം ഈ സ്ഥലം ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അറബിൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും അങ്ങനെ വെറുതെ കിടക്കുന്നത് എന്നാണ്. ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവിടെ എന്തോ ഒരു മക്ബറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു 2-3 കെട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഈ ഖബർ പോലെ തോന്നിക്കുന്ന രൂപത്തിൽ ചില മണ്ണ് ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വന്ന് നിന്നിട്ട് ദ്വാരക്കണ കണ്ടു. മുമ്പ് നമ്മൾ അതിലേക്ക് കയറിയിട്ട് അവിടെ ഒരു വാതിലുണ്ട്, അതിലേക്ക് കയറിയിട്ട് അവിടെ വന്ന് നിന്നിട്ട് സംസാരിക്കും. ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ അറിഞ്ഞില്ല? അല്ല, ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളാണ്. കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തരെന്ത് ചെയ്തു, ഏറാമിൻ്റെ വസ്ത്രത്തിലുള്ള ഒരാൾ ഇടിച്ചുകൊണ്ട് കയറാൻ പോയി മെമ്പറിലേക്ക്. പോലീസുകാർ വന്ന് പിടിച്ച് കെട്ടി. അതാണ് ഇവർക്ക് വലിയ പേര്. നമ്മളിങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ ഒരു പെട്ടെന്ന് വന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം പറഞ്ഞ് ഓടിച്ചു വിടുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഗൂഢാലോചനകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. ഉംറയുടെ രൂപത്തിലാണ് വരിക, പക്ഷെ ഉദ്ദേശ്യം വേറെ ആയിരിക്കും. ഇപ്പോൾ ആണായിരിക്കും, ചിലപ്പോൾ പെണ്ണായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുക, അവർക്ക് ബേജാറുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ശരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട വിഷയം. ശരിക്ക് കഅബാലയത്തിൻ്റെ മുറ്റമെന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജബൽ കഅബയും കഴിഞ്ഞ് ഏകദേശം ജറുവലിലേക്ക് പോണ റോഡിലേക്ക് എന്തിട്ടുണ്ട്, ബിൽഡിങ് എത്തിയിട്ടുണ്ട്. നമ്മൾ റോഡ് കഴിഞ്ഞാൽ നമ്മളെ ഹറമിലേക്ക് എപ്പോഴും എത്ര ദൂരം നടക്കണം നോക്ക്. വേണ്ട, ഇപ്പം ആ റോഡ് നിങ്ങോട്ട് കയറി എന്തായി, ഹറമിൻ്റെ സാഹത്തായി, മുറ്റായി, ഹറമായി, നിസ്കരിക്കുന്ന സ്ഥലമായി. മുമ്പ് നിസ്കരിക്കുന്ന സ്ഥലമല്ല, അതുപോലെ മണ്ണ് കിടക്കണ. എനിക്ക് എൻ്റെ ഇതിലുണ്ട് ഇവിടെ ഈ മല, ആ മല പൊട്ടുന്നതും ആ മലമ്മൽ ഈ കുന്ത്രണ്ട് അടിക്കണതും ഒക്കെ എൻ്റെ കണ്ണിലുണ്ട്. കാരണം ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട് ആ മല. ഇപ്പം ശരിക്കും ആ മല ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്
അവിടെ കുറേ കെട്ടിടങ്ങൾ കണ്ടങ്ങൾ ഉണ്ടാ, അത് കോളനിയാണ് ശരിക്കും. അത് ഭൂരിപക്ഷം ഇവിടുത്തെ അടിസ്ഥാന വർഗമായ കറുപ്പന്മാരുണ്ട്. അടിസ്ഥാന വർഗത്തിൽ അവർ താമസിക്കുന്ന സ്ഥലമാണത്. ആ മലന് പോകുന്നത് നമ്മളപ്പുറത്തേക്ക് വരുമ്പോൾ കാണാം ഫുള്ള്. അത് ശരിക്കും പറഞ്ഞാൽ ജബൽ ഉമറിൻ്റെ ഭാഗത്താണ് അവർ മൊത്തം താമസിക്കുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നിട്ട് പോയാൽ ബിർ തുവയുണ്ട്. നമ്മുടെ ആളുകൾക്കൊന്നും താല്പര്യമില്ല. ഞാനിപ്പോൾ തന്നെ കണ്ടില്ലേ, അത് കുറേ നടക്കാനുണ്ട്. അത് ഞാൻ ക്ലാസ് കോഴിക്കോട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു നടക്കാൻ പറഞ്ഞവർക്കുണ്ട്. ആരെങ്കിലും ഉണ്ടാവും ക്ലാസ്സിന്? ആ, നന്നായിട്ട് നടക്കാൻ തയ്യാറുണ്ടെങ്കിൽ വന്നോളി എന്ന് പറഞ്ഞാൽ. ഇപ്പം നാളെ സുബൈ വിചാരിച്ചിട്ട് ഇപ്പം ഇത് പുതിയ ഹറമാട്ടോ. മാഷാ അല്ലാഹ്. നിങ്ങൾ അവിടെ കയറിയ മാതിരിയൊന്നും അല്ല ഇതിനകത്ത് കയറിയാൽ. ഇത് മാഷാ അല്ലാഹ് നമ്മൾ പിന്നെ മദീനത്ത് കയറിയിട്ടില്ലേ, പിന്നെ ലൈറ്റും കാര്യങ്ങളും അതേപോലെ നല്ല ഭംഗിയായി അലങ്കരിച്ചതാണ് ഇത്. ഇവിടെ ഇത് തന്നെ 3 തട്ടുണ്ട് കേട്ടോ. ആ, ഇത് തന്നെ 3 തട്ടുണ്ട്. ശരിക്ക് പണി കഴിഞ്ഞാൽ ഹറമിൻ്റെ 1ാമത്തെ ഗേറ്റിൽ നിന്ന് കയറിയാൽ, 1ാമത്തെ ഗേറ്റിൻ്റെ മുകളിൽ നിന്ന് കയറിയാൽ നേരെ ഇവിടെ വരും. അത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്കത്ര കുറച്ച് ബാക്കിയല്ലോ ഇവിടെ. ആ, ഓപ്പണാണ്. ഇതിലാണ് നമ്മൾ കയറും. ഇപ്പോൾ അങ്ങോട്ട് ഞാൻ ഇവിടെ ഇരുന്നത് ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ഇരുന്നാണ്. നമ്മൾ അങ്ങോട്ടൊന്ന് കയറണം. ഹറമിൻ്റെ ഉള്ളിലേക്ക് എപ്പോൾ സമയത്തായി? ആ,